Hello everyone, welcome back to Smart Learn by Geetha. ഇന്നത്തെ വീഡിയോയിൽ should have, could have, would have ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എങ്ങനെയാണ് ഇത് മൂന്നും ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോൾ എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാം. എന്നത്തെയും പോലെ തന്നെ നമുക്ക് കുറെ സാഹചര്യങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അറിയേണ്ടത് ഇത് നമ്മൾ ഏത് സമയത്താണ്, ഏത് സിറ്റുവേഷനിലാണ് ഇത് മൂന്നും യൂസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും പശ്ചാത്താപമായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട്, അതായത് ഒരു റിഗ്രറ്റ് പോലെ പറയാറുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇത് മൂന്നും ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് ഇതിന് നമ്മൾ പറയുന്ന സമയത്ത് ഷുഡ് ഹാവ് കണ്ടോ, ഷുഡ് അപ്പോസ്ട്രോഫി VE, അതുപോലെ കുഡ് ഹാവ്, വുഡ് ഹാവ് ഇങ്ങനെ ഷോർട്ടായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഓർക്കുക ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇത് മൂന്ന് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ, അത് ആദ്യം നമുക്ക് അറിയണം. സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് പ്ലസ് ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ വുഡ്, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് മാറും. അപ്പോൾ സബ്ജക്ട് പ്ലസ് ഷുഡ് ഓർ വുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. V3 ആണ് യൂസ് ചെയ്യുന്നത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഐ കുഡ് ഹാവ് പ്ലസ് V3, ഐ ഷുഡ് ഹാവ് പ്ലസ് V3, ഐ വുഡ് ഹാവ് പ്ലസ് V3 അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആദ്യം നമ്മൾ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല പോകുന്നതെന്ന്. പക്ഷെ പോയി കഴിഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞു, എന്താണ് റിസൾട്ട്? ഫെയിൽ. ആ റിസൾട്ട് ഫെയിലായ ഒരു ടൈമിലായിരിക്കും എന്ത് വരും, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഒരു തിങ്കിങ് വരും. എന്താണ് നമ്മൾ ആലോചിക്കുക? ഒരു പശ്ചാത്താപം പോലെ നമ്മൾ പറയും, നമുക്കൊരു റിഗ്രറ്റ് വരും. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു എന്ന് ചിന്തിക്കില്ലേ നമ്മൾ? ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആയിരുന്നു എന്ന് ഞാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത് അവിടെ എൻ്റെ ഒരു പശ്ചാത്താപമാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷുഡ് ഹാവ്, ഷുഡ് ഹാവ്. I should have പ്ലസ് എന്താണ് വെർബ്? പ്രാക്ടീസ്. അതിന്റെ V3 എന്താണ്? പ്രാക്ടീസ്ഡ്. സോ I should have practiced well. കണ്ടല്ലോ, ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ഇത് ഞാനാണ് പറയുന്നത്, അതുകൊണ്ട് എന്റെ പശ്ചാത്താപം പോലെയാണ് ഞാൻ പറയുന്നത്. I should have practiced well. ഇനി ഇതിപ്പോ നമ്മളോട് വേറൊരാളാണ് പറയുന്നത് എങ്കിൽ അവിടെ അതൊരു പശ്ചാത്താപമല്ല. അവര് നമ്മളോട് പറയുമ്പോൾ നമ്മളെപ്പോഴും അതൊരു ഉപദേശിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് പറയുന്നത് പോലെയായിരിക്കും അല്ലെ. ഇപ്പൊ യു ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് വെൽ, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവർ പറയുകയാണെന്ന്, നമ്മുടെ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ ഒരു ഉപദേശം പോലെ. യു ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് വെൽ ബിഫോർ ഗോയിങ് ടു ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ ഷുഡ് ഹാവ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഇതേ സിറ്റുവേഷൻ, ഇപ്പൊ ആ ഒരു ഫെയിലായ ഒരു സമയത്ത്, ടെസ്റ്റ് ഫെയിലായ സമയത്ത് എനിക്ക് ഇങ്ങനെയും ചിന്തിക്കാം. എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്? ഞാൻ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, അതായത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു, കാരണം അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, അതിനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരു എബിലിറ്റി, കഴിവുണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള ഒരു നല്ല ട്രെയിനർ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ചെയ്യാമായിരുന്നു, പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. അവിടെ എന്താണ് യൂസ് ചെയ്യുക? കുഡ് ഹാവ്. അപ്പോൾ ഐ കുഡ് ഹാവ് പ്രാക്ടീസ്ഡ് വെൽ, എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ക്ലിയർ ആയോ? അത് നമ്മുടെ ഒരു പോസിബിലിറ്റിയാണ്, ഒരു സാധ്യത ഉള്ള ഒരു സംഭവമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അപ്പൊ അവിടെ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ അടുത്ത ഒരു തിങ്കിങ് ആണ്, ഞാൻ ഇങ്ങനെയും ആലോചിക്കും. എന്താണ്? നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഇമാജിനറിയിലേക്ക് കൊണ്ടുപോകാറില്ലേ? അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചിന്തിക്കാറില്ലേ നമ്മൾ? ഇപ്പൊ ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്,
ഞാൻ പാസ്സാകുമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോൾ ഫെയിലായ ഒരു ടൈമിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ പാസ്സാകുമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ. പാസ്സാകുമായിരുന്നു. അപ്പൊ അവിടെ എന്ത് പറയാം? I would have passed if I had practiced well. ഞാൻ പാസ്സാകുമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ. കണ്ടോ, അതൊരു ഇമാജിനറി, ഒരു സാങ്കല്പികമായിട്ട് ചിന്തിക്കുന്നതാണ്. അവിടെ വുഡ് ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഒരേ സിറ്റുവേഷനാണ്, നമ്മൾ 3 കോണ്ടെക്സ്റ്റിലാണ് ചിന്തിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? ഞാൻ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഷുഡ് ഹാവ്. ഇനി രണ്ടാമത്തേതിൽ ഞാൻ പറഞ്ഞത് ഞാൻ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, എനിക്ക് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഐ കുഡ് ഹാവ് പ്രാക്ടീസ്ഡ്. മൂന്നാമത്തേതായിരുന്നു ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പാസ്സാകുമായിരുന്നു. ഐ വുഡ് ഹാവ് പാസ്ഡ് ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് വെൽ. കണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ 3 സിറ്റുവേഷനിലും ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്? ഞാൻ ഇനി ഒരു സിറ്റുവേഷനും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഈ നല്ല ട്രാഫിക്കിൽ പെട്ട് ടൈമായി, നമ്മൾ എന്തായി, ഓഫീസിലെത്താൻ ലേറ്റായി. ആ ലേറ്റായ ഒരു ടൈമിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് നമുക്കൊരു ബോധം വരുമല്ലേ, അയ്യോ ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു. പറയില്ലേ, ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു. എങ്ങനെയാണത് പറയുക? ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ്, കാരണം ലെഫ്റ്റ് അതായത് V3 ഫോം ആണ്. സോ ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. ഞാൻ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി അടുത്ത എൻ്റെ ഒരു ചിന്താഗതി, എനിക്ക് നേരത്തെ ഇറങ്ങാമായിരുന്നു, കാരണം എനിക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു, ഞാൻ റെഡിയായതാണ് നേരത്തെ, എന്നിട്ടും ഞാൻ ഇറങ്ങിയില്ല. അവിടെ എനിക്ക് അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു, ഇറങ്ങാൻ പറ്റുമായിരുന്നു എനിക്ക്, പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. അപ്പൊ എന്താ പറയാം? ഐ കുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ ബട്ട് ഐ ഡിഡിന്റ്. ഞാൻ ചെയ്തില്ല, ഞാൻ ഇറങ്ങിയില്ല, അല്ലെ? ഐ കുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ, അല്ലെ? ഇനി മൂന്നാമത്തേതാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇത് കാര്യം പറയുമ്പോൾ ഞാൻ പറയാണ്, നീ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങുമായിരുന്നു. അതൊരു സാങ്കല്പികമാണല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ ഇഫ് യു ഹാഡ് ടോൾഡ് മീ. I would have left earlier if you had told me. നീ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങുമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാണ് ഷുഡ് ഹാവ് യൂസ് ചെയ്യുക, കുഡ് ഹാവ്, വുഡ് ഹാവ്? ഇത് 3ഉം ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് നോക്കാം. അപ്പൊ ആ സെന്റൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ഇത് ഏതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ആ സെന്റൻസ് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ. ഞാൻ പറയാം, ഞാൻ അവളെ വിളിക്കുമായിരുന്നു, നീ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഞാൻ അവളെ വിളിക്കുമായിരുന്നു. അത് എന്താണ് നമ്മൾ ഇവിടെ പറയുക? ഐ ഷുഡ് ഹാവ് ആണോ, കുഡ് ഹാവ് ആണോ, വുഡ് ഹാവ് ആണോ? വിളിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് കോൾഡ് ഹെർ. കണ്ടല്ലോ, ഐ വുഡ് ഹാവ് കോൾഡ് ഹെർ എന്നാണ് പറയുന്നത്. കാരണം അതൊരു സാങ്കല്പികമാണ്. നീ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവളെ വിളിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് കോൾഡ് ഹെർ. ഇനി ഞാൻ അവളെ വിളിക്കണമായിരുന്നു. ഞാൻ എന്തായാലും അവളെ വിളിക്കണമായിരുന്നു. അതെനിക്കൊരു റിഗ്രറ്റ് ആണ്, അതിൽ പശ്ചാത്താപമുണ്ട്, ഞാൻ വിളിച്ചില്ല. പക്ഷെ അപ്പോൾ ഐ എന്താണ് പറയുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഐ ഷുഡ് ഹാവ് കോൾഡ് ഹെർ. കിട്ടിയോ? ഐ ഷുഡ് ഹാവ് കോൾഡ് ഹെർ. ഇനി മൂന്നാമത്തേത്, എനിക്ക് അവളെ വിളിക്കാമായിരുന്നു. അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ടായിരുന്നു, എനിക്ക് വിളിക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? അപ്പോൾ ഞാൻ വിളിച്ചില്ല, അപ്പോൾ എനിക്ക് അവളെ വിളിക്കാമായിരുന്നു. ഐ കുഡ് ഹാവ് കോൾഡ് ഹെർ. നിങ്ങൾക്കിത് 3ഉം കിട്ടിയായിരുന്നോ? ഒറ്റ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ചെയ്യണമായിരുന്നു, ചോദിക്കണമായിരുന്നു, വിളിക്കണമായിരുന്നു, പറയണമായിരുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുക ഷുഡ് ഹാവ്. ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ്, ഐ ഷുഡ് ഹാവ് കോൾഡ്, ഐ ഷുഡ് ഹാവ് ടോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു, വിളിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ വുഡ് ഹാവ് ആസ്ക്ഡ്, ഐ വുഡ് ഹാവ് ടോൾഡ്, ഐ വുഡ് ഹാവ് കോൾഡ്, ഇങ്ങനെ വരും. ഇനി ചോദിക്കാമായിരുന്നു, വിളിക്കാമായിരുന്നു, പറയാമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഐ കുഡ് ഹാവ് ആസ്ക്ഡ്, ഐ കുഡ് ഹാവ് ടോൾഡ്, ഐ കുഡ് ഹാവ് കോൾഡ്, ഇങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ
ഇതുപോലെ തന്നെ നിങ്ങൾ കുറേ സംഭവങ്ങൾ, അതായത് കുറേ സെന്റൻസുകൾ ഇതുപോലെ ഒന്ന് പറഞ്ഞ് ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം ഓരോ സിറ്റുവേഷനിലും എന്താണ് എന്ന് നിങ്ങൾ മൈൻഡിൽ തിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഏതാണ് ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ട്, ഷുഡ് ഹാവ് ആണോ, കുഡ് ഹാവ് ആണോ, വുഡ് ഹാവ് ആണോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ്, ഇതിന്റെ യൂസസ് എവിടെയാണ്, എങ്ങനെയാണ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.